എൻ്റെ കമന്റ് ബോക്സിൽ ടീ പബിന്റെ പേര് നിറഞ്ഞു നിന്നത് കൊണ്ട് എനിക്ക് അവിടെ പോകേണ്ടി വന്നു. ടീ പബിനെ ടീ പബ്ബാക്കി മാറ്റിയ ഇച്ചും നാച്ചും. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഒറോട്ടി, പിന്നെ ഈ പോള തള്ളാന്, പിന്നെ ഈ കടുമ്പ്, പിന്നെ ഉണ്ട് മോനെ ഉമ്മ ചുട്ടു തരുമ്പോലത്തെ കൽത്തപ്പം ബീത്തുന്ന ബീത്തലും നോക്കുവാന്. എല്ലാ അതിർപ്പത്തിന്റെ കുതിർപ്പത്തിന്റെ ഐറ്റം. ഈ ഗോളി വെച്ചക്ക് ചട്നിയും അതേപോലെ അവരുടെ സ്പെഷ്യൽ ഗ്രേവിയും ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ, മെൽറ്റ് മിനാമി പൊളിച്ച് പൊടി പാർ, എന്തൊരു ടേസ്റ്റ്. പിന്നെ എല്ലാ ഐറ്റം ഞാൻ അവിടുത്തെ ട്രൈ ചെയ്തു. പിന്നെ കുറുപ്പൊടി, പിന്നെ ഓരോത്തിന്റെ ബീഫ് കറിയും കൂട്ടിയിട്ട് അടിച്ചുണ്ടല്ലോ, ഒന്നും പറയണ്ട, തീല് പാർ. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞതിനേക്കാളും അപ്പുറമാണ് ഇവിടുത്തെ കഥ. പിന്നെ ഞാൻ തിന്നുന്നത് കണ്ടിട്ട് അസ്പുക്ക് തിരാന്തായി. അസ്പു തിന്നുന്ന കോലം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഓന്റെ കിളി പോയി. അജാതി ഐറ്റം അല്ലേ. ചൂട് ചൂട് കൽത്തപ്പം, ഇതിന്റെ ഒരു ബമ്പ് നോക്കിയെങ്കിൽ പോരെ. ഇവിടുത്തെ എല്ലാ ഐറ്റം അതിർപ്പത്തിൽ കുതിർപ്പം. നമ്മളെ ബാബുവോട്ടന്റെ ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇവരുടെ എടുത്തു പറയാനുള്ളത് കസ്റ്റമർ സർവീസാണ്. വീഡിയോ എടുക്കുമ്പോൾ ബാബുവോട്ടന്റെ ബമ്പ് കൂടി. ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റമാണ് ഈ ബാക്ക് ചില്ലി ഇട്ടത്. ഇതെല്ലാം തിന്നിട്ട് ഞാനൊരു പരുവത്തിലായി. അപ്പോൾ ഇച്ചു പറയുന്നത് ഇവിടുത്തെ സോഡ സർവത്ത് സ്പെഷ്യലാണ്. എന്നാൽ അതും കൂടി പോരട്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നൈഫ് പാർക്കിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ്.